ഹലോ ഗൈസ്, കണ്ടന്റ് കുക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഈ കഴുത്തുകൊണ്ട് വയ്യാത്ത റീബുവിന്റെ പുതിയ റൂം ഒന്ന് റിനോവേറ്റ് ചെയ്യാനാണ്. ഇതാണ് നമ്മുടെ കൂട്ടാളികൾ: പച്ച ഷമീർ, നീല നിതിൻ, നീല അജേഷ്. അപ്പോൾ ഗൈസ്, നമ്മൾ പോവുകയാണ്. ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി, ടൊയോട്ട യാരിസ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുസഫ സിറ്റിയിലൂടെയാണ്. നമ്മൾ അടുത്തത് തിരിയാൻ പോകുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയും. ഈ സിഗ്നലാണ് മുസഫയിലെ ഫസ്റ്റ് സിഗ്നൽ. ഈ സിഗ്നലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ദിവസങ്ങളിൽ നല്ല ബ്ലോക്ക് ആവും. അവൻ തിരിച്ചു. ഇൻഡിക്കേറ്റർ ഇടാതെയാണ് ഇവൻ വണ്ടി തിരിക്കുന്നത്. നീ ചെയ്യുന്നത് റോങ് ആണ്. ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല വണ്ടികളാണ്. അതാ പോകുന്നു ഒരു മസ്താങ്. മറന്നുപോയി ഗൈസ്. നല്ല മസ്താങ്, നല്ല വൃത്തിയുണ്ട് കാണാൻ. 2.0 ലിറ്റർ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതാണ് മുസഫയിലെ ഒരു മാൾ, ക്യാപിറ്റൽ മാൾ. അവിടെ ലുലു ഉണ്ട്. അജേഷ് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്, ക്യാപിറ്റൽ മാളിലേക്ക്. ഷമീറിന് ഐലൈനർ വേണമെന്നാണ് പറയുന്നത്. ഷമീറിന് ലിപ്സ്റ്റിക്കും വേണം. നിങ്ങൾ അവനൊരു പെണ്ണ് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് ആ സാധനത്തിന് 7 രൂപ ഡെലിവറി ചാർജ്. അതെ. ഇവർ സിഗ്നല് വീണപ്പോൾ, അവരുടെ സിഗ്നൽ വീണപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസഫയിലെ മറ്റൊരു മെയിൻ സിഗ്നലാണിത്. ഇതാണ് നമ്മൾ 5.0 ആണ് ഗൈസ്. ഇത് 2.0 അല്ല. ഒരു 500 പെർഫ്യൂം വാങ്ങി പോകുന്നു. ലാൻഡ് ക്രൂയിസർ. സഫീറിന്റെ റൂം വഴിയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ഇതാണ് മസ്ജിദ് മാൾ. മുസഫയിലെ മറ്റൊരു ഈ ബസ്സാണ് അബുദാബിയിലെ ട്രാൻസ്പോർട്ടേഷൻ. ഈ ബസ്സിലാണ് അബുദാബി ട്രാൻസ്പോർട്ടേഷൻ ബസ്. അപ്പൊ എന്റെ ഞരമ്പിന് കറന്റ് പ്രശ്നമൊന്നുമില്ല. ഇതാണ് മസ്ജിദ് മാൾ. മസ്ജിദ് മാളിൽ അഡിഡാസ് ഉണ്ട് ഗൈസ്. ഇവിടെയും ഉണ്ടല്ലോ. ഇതാണ് അലൈൻ റോഡ്. 400 മീറ്റർ കഴിഞ്ഞാൽ നമ്മൾ അലൈൻ റോഡിലേക്ക് തിരിയും. നമുക്ക് തിരിയേണ്ടതും അലൈൻ റോഡിലേക്കാണ്. ഇവിടെ നേരെ പോയാൽ അബുദാബി എത്തും, ദുബായ് എത്തും. അങ്ങനെ പല പല റോഡുകളിലേക്കും വളഞ്ഞു തിരിഞ്ഞു പോകും. പക്ഷേ നമ്മൾക്ക് പോകേണ്ടത് ഇതാ എക്സിറ്റ് 22 E22യിലേക്കാണ്. അതാണ് അലൈൻ റോഡ്. നമ്മുടെ കൂടെ ഇതാ നമ്മുടെ മുന്നിലുള്ള ലൈൻ ക്രൂയിസറുമുണ്ട്. നമുക്ക് അവരുടെ കൂടെ പോകാം. നമ്മൾ ഇത്ര നേരം വന്നിരുന്നത് 80 കിലോമീറ്റർ സ്പീഡ് റോഡുകളിലാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് 120 കിലോമീറ്റർ സ്പീഡുള്ള റോഡിലേക്കാണ്. ഏകദേശം 10 കിലോമീറ്റർ കഴിയുമ്പോൾ ആ 120 എന്നുള്ളത് 140 കിലോമീറ്റർ സ്പീഡാവും. വീണ്ടും ഒരു 10-20 കിലോമീറ്റർ കഴിയുമ്പോൾ ആ 140 എന്നുള്ളത് 160 കിലോമീറ്റർ സ്പീഡിലേക്കാവും. അത്രയും സ്പീഡിൽ പോകുന്ന അലൈൻ റോഡാണ് അബുദാബിയിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഹൈവേ. പിന്നെ ഒരു റോഡുള്ളത് സൗദി റോഡാണ്. സൗദി റോഡെന്ന് പറയുന്നത് വിജനമായ നഗരത്തിലൂടെ, ഡെസേർട്ടിലൂടെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് റോഡ്. അത് നല്ല ഒരു അനുഭവമാണ്. അലൈൻ റോഡും നല്ല ഒരു അനുഭവമാണ് യാത്ര ചെയ്യാൻ. 2 ഭാഗങ്ങളിലും ഒരുപാട് ഫാമുകളും കാര്യങ്ങളും എല്ലാമായി നല്ലൊരു മൂഡിലാണ് പോവുക. അതാ അവിടെ വലിയ അക്ഷരത്തിൽ ബോർഡ് വെച്ചിരിക്കുന്നു, അലൈൻ റോഡ്. ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ റേബു ചവിട്ടി പിടിച്ചിരിക്കുകയാണ് ആക്സിലേറ്റർ. അവൻ കയറുന്ന കയറ്റം നിങ്ങൾക്ക് കാണാം. ഇതാ 120 പോയി. നമ്മൾ പോകുന്നത് റേബുവിൻ്റെ വീടിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടെയുള്ളവർ പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയൂ ഗൈസ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് മാത്രം റീലാക്കിട്ടോ.
നീ ഇന്ന് എന്തിടും? ഷെമീറിന്റെ ചുണ്ട് കണ്ടാ? ഇന്നലെ എന്തായിരുന്നു പരിപാടി പറഞ്ഞെടുത്ത ബ്ലോഗിൽ പറയും. നല്ല ചായ കുടിക്കാൻ പോയി. എപ്പോ? 11:30 മണിക്ക് ചായ കുടിക്കാൻ. ഇമാമിന് ചായ വേണമെന്ന് പറഞ്ഞു. ഇമാമിനല്ല, നിനക്ക്. എവിടെ ഇമാമിന് വേണമെന്ന് പറഞ്ഞു. നീ അടിച്ചെന്താന്നറിയ? 5,000 അല്ല സോജ. ഒരു സോജ അടിച്ചു, ഒരു 5,000 അടിച്ചു മാറ്റി. നമ്മൾ അടുത്തതായി ബെനിയാസ് എക്സിറ്റ് എടുക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 10-250 മീറ്റർ കഴിഞ്ഞാൽ നമ്മളുടെ എക്സിറ്റ് വരും. ആ എക്സിറ്റ് എടുത്തിട്ടാണ് നമ്മൾ റീബുവിൻ്റെ വീട്ടിലേക്ക് പോവുക. ഇതാണ് ആ റോഡ്, റീബുവിൻ്റെ വീട്ടിലേക്കുള്ള എക്സിറ്റ്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വൺ ഓഫ് ദ ഡേഞ്ചറസ് എക്സിറ്റ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ റോഡിൽ നിന്ന് കയറി നമുക്ക് അവിടുന്ന് യു ടേൺ അടിക്കണം. ഈ റോഡിൽ നിന്നും പാഞ്ഞു കയറി വരുന്ന വണ്ടികളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അപകടം മോചിച്ചു. നമ്മളിതാ ഈ ഫസ്റ്റ് ട്രാക്ക് എടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ യു ടേൺ അടിക്കണം. ഇതാണ് ഇവിടുത്തെ റൗണ്ട് ബോട്ട്സ്. റൗണ്ട് ബോട്ടിൽ നമ്മൾ വട്ടം കറങ്ങുകയാണ്. അലൈൻ, അബുദാബി എക്സിറ്റ്, ബെനിയാസ് എക്സിറ്റ് എല്ലാം ഇത് തന്നെയാണ്. ഈ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ കൺട്രി സ്കൂൾ രൂപത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. നല്ല ഒരു രസമാണ് സ്കൂൾ കാണാൻ. ഈ ഏരിയ മൊത്തം ഒരു സ്കൂൾ ഏരിയ ആണ്. അടുപ്പിച്ച് സ്കൂളുകളാണ് ഇവിടെ ഉള്ളത്. 1, 2, 3 എന്ന് പറഞ്ഞ് നമുക്ക് എണ്ണാക്കടങ്ങളിലേക്ക് പോകാം. ഇതാണ് ബെനിയാസിന്റെ ഒരു ലോകം. റീബുവിന് പെരടി വരച്ചു, അതിന്റെ ഒച്ചയാണ് നമ്മൾ കേട്ടത്. ഹമ്പ് ചാടിയപ്പോഴുള്ള വേദനയാണത്. ഈ റോഡിന്റെ ലാസ്റ്റിലാണ് റീബുവിന്റെ വീട്. നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അബുദാബിയിലെ കൊടുംചൂടിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. എൻ്റെ കൂട്ടാളികൾ എൻ്റെ കൂടെയുണ്ട്. കാറിൽ നിന്നും റിനോവേഷനുള്ള സാധനങ്ങൾ എടുക്കുകയാണ് അവർ. നമുക്ക് അവൻ്റെ റൂം കാണാം. ഷമീർ ഇതും എടുത്തു പോകുന്നത് അവൻ ഹാരി പോട്ടർ ആവുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഷമീറിനറിയില്ലല്ലോ, ഷമീർ കുന്തത്തിൽ കയറിയാൽ ഹാരി പോട്ടർ ആവില്ല എന്ന്. റീബുവിൻ്റെ വീടിന് മുന്നിൽ നല്ലൊരു ബോഗൻ വില്ലയുണ്ട്. നല്ല രസമുള്ള പൂവാണിത്. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയാത്ത ഭംഗിയാണ്. എന്ത് രസമാണ് ഇവർ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് കാണാൻ. ഫുള്ളി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഗേറ്റാണിത്. ഇത് അടച്ചാൽ പിന്നെ തുറക്കണമെങ്കിൽ തുറക്കണം, അല്ലാണ്ട് ഇത് തുറക്കില്ല. ഇതിൻ്റെ ഉള്ളിലാണ് റീബുവിൻ്റെ വീടിരിക്കുന്നത്. ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ കോണി കയറണം. ഇതാണ് കോണി. വർക്കാവാത്ത ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഭൂതങ്ങളുണ്ട് എന്നാണ് ഇവിടുത്തെ ആചാരം. കണ്ടോ, കൈകൾ, പ്രേതത്തിൻ്റെ കൈകൾ പതിഞ്ഞ ലിഫ്റ്റ്. ഒരുപാട് കൊച്ചുങ്ങളുള്ള ഏരിയയാണിത്. അവരുടെ ചിത്രരചനാ മത്സരം ഇവിടെ നമുക്ക് കാണാം. ഒരുപാട് നല്ല നല്ല കലാകാരുള്ള ഒരു ബിൽഡിംഗാണിത്. ഇനിയാണ് നമ്മൾ വന്ന കാര്യത്തിലേക്ക് നടക്കാൻ പോകുന്നത്. റീബുവിൻ്റെ റൂം, അവൻ്റെ വീട്, അവൻ്റെ സ്വർഗം. നമുക്കത് കാണാം ഗായ്സ്. ഇതാണത്. റീബുവിനും അവൻ്റെ പത്നിക്കും വേണ്ടി അവൻ കണ്ടുപിടിച്ച റൂം. റീബു ഹായ് പറ. 2 കട്ടിലുണ്ട്. ഒരു കട്ടിൽ എന്തിനാണെന്ന് അറിയില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഏരിയകൾ കാണാം. പക്കാല, പള്ളി, സ്കൂൾ, കുട്ടികൾ, പാർക്കിംഗ്, അങ്ങനെ പലതും. എടാ ഞാൻ വല്ല റെക്കോർഡ് ചെയ്യട്ടെ. മറ്റേ നീലോത്തി ഷമീർ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അജേഷ് ബാക്കിയുള്ള ജനലുകൾ തുറക്കുകയാണ്.
അലമാര ചോട്ടി പൊളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ റൂം റിനോവേറ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ ബൈ. ഈ നടന്നു വരുന്നതാണ് ഏറ്റവും അവസാനം റൂം റിനോവേഷനും ക്ലീനിങ്ങിനും വേണ്ടി വരുന്ന നമ്മുടെ ടീം. പരിപാടികൾ ഏകദേശം കഴിയാറായപ്പോഴാണ് ഇവർ വരുന്നത്. ഹലോ ഗായ്സ്, ഒരു ഹായ് പറയൂ. ഈ വരുന്നു. അവരിനി മുകളിലേക്ക് വരും. ഇതാണ് ആ വ്യൂ. നല്ല വ്യൂ ആണ് ഇവിടെ. റൂമിൻ്റെ ഏകദേശ കോലം ഈ തരത്തിലായിട്ടുണ്ട്. ഇത് നിതിൻ, ഷർട്ട് ഒരു നിതിൻ, ട്രൗസർ ഷിമീർ. നെറ്റില്ലാത്ത കാരണം ടി വി വെറുതെ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ ഇപ്പോഴും പണിയിലാണ്. ഒരു ഗ്യാസ് പൊക്കാൻ ഷമീറിന് ഒരാളുടെയും അനുവാദം വേണ്ട. ഷമീർ അത് സില്ലിയായി തുറക്കും. ഇതാണ് ഷഫീർ ബായ്, ട്രൗസർ ഷഫീർ. ഗായ്സ്, നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇവന് 6 മാസം തികഞ്ഞിരിക്കുകയാണ്. 2 മാസവും കൂടി കഴിഞ്ഞാൽ ഇവൻ പെറും. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ റൂമിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് കാണാം. ഇവൻ ആദ്യം മുട്ടണം, എന്നെടുത്ത് തുറക്കണം. ഇതാണ് ഇതിന് സെറ്റപ്പ്. കണി അജേഷ് എ സിയുടെ പണിയിലാണ്. ഇതെങ്ങനെയുണ്ട് ഗായ്സ്? അങ്ങനെ ഉണ്ടായിരുന്ന റൂം ഞങ്ങൾ ഇങ്ങനെ ആക്കി. ഫൈസി ഫുൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. വൺ സെറ്റപ്പിലാണ്. എടാ മുൻത അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം വേറെ മൂഡ്. അപ്പം എന്താ നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി പിന്നെ പെണ്ണ് മാത്രം വന്നാൽ മതി. 10-ാം തീയതി ആളെത്തും. 10-ാം തീയതി ചെറുക്കൻ്റെ കുഞ്ഞു എത്തും. കുഞ്ഞുവിൻ്റെ കുഞ്ഞു എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 10-ാം തീയതി കാണാം ഗായ്സ്. ബൈ ബൈ. ഇവൻ തൃശ്ശൂരാ, അതുകൊണ്ട് അങ്ങനെ തരും പറയുന്നത്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗായ്സ് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി അടുത്തത് ഫുഡാണ് നമ്മുടെ ലക്ഷ്യം. ഷാബിന്ന് കഴിക്കാം. ഷാബിയുടെ നല്ല സെൻറ്ററിൽ പോയിട്ട് നമുക്ക് നല്ല അടിപൊളി ഫുഡ് കഴിക്കാം. നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി. റീബു സെറ്റാണ്. കഴിച്ചതിനൊക്കെ കുറച്ച് കുറവുണ്ട്. നമ്മുടെ ടീംസ് അതേമാതിരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഫുഡിൻ്റെ ഒരു വ്ളോഗ് കാണാൻ പറ്റുന്നത് ഫുഡ് ബ്ലോഗ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫുഡ് ബ്ലോഗിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടെ കാണാം ഗായ്സ്. നമ്മളിപ്പോൾ ഷാബിയയിലെത്തിരിക്കുകയാണ്. ഷാബിയയിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് നമ്മൾ. ഇതാണ് ഷാബിയ റെസിഡൻഷ്യൽ സിറ്റി. ഇവിടെ ഏറ്റവും കൂടുതൽ റെസിഡൻഷ്യൽസ് ആണുള്ളത്. ഫുഡ് കഴിക്കാൻ പോവാം. ഇതിലെല്ലാ ബിൽഡിങ്ങിലും റെസിഡൻസ് ആണുള്ളത്. അപ്പോൾ എന്താ വരുന്ന ലേഡി, അവളൊരു ചിക്കാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നട റോട്ടിൽ വണ്ടി നിർത്തിയിട്ടാണ് ഇവരെ കലാപരിപാടികൾ. നമ്മൾ വിശാഖണ്ട നേരെ പോവുക. റീബുവിൻ്റെ റൂമാണ്, പഴയ റൂമാണ് ഇവിടെ കാണുന്നത്. ഇതാണ് റീബുവിൻ്റെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഷാബിയയിലെ. ഇവിടെയാണ് റീബു വന്നിട്ടുള്ളത്. ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് റീബു പറയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗായ്സ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് സ്പൈസി ബർഗറിലാണ് ഗായ്സ്. സ്പൈസി ബർഗർ ഞാൻ കാണിച്ചു തരാം. ഷാബിയയിലെ വൺ ഓഫ് ദ ബർഗർ കിട്ടുന്ന സ്ഥലം. നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ എല്ലാം നമുക്കിവിടെ കിട്ടും. ഇതാണ് സ്പൈസി ബർഗറിൻ്റെ പ്രത്യേകത. ഓക്കെ, സ്പൈസി ബർഗർ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. നിങ്ങൾ വാ, നല്ല സ്പൈസി ഫുഡുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. കമോൺ. നല്ലതില്ലേ 2 മാസം മുമ്പേ ഇത്
വന്നിരിക്കുകയാണ്. നമുക്കത് കഴിക്കാം ഗൈസ്. വാവ്, സെറ്റ് ഗൈസ്. കഴിച്ചു കഴിഞ്ഞിട്ട് കാണാൻ ബാക്കി. ബൈ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. പോവാണ് റൂമിക്ക്. ഇന്നത്തെ കെട്ടുകൂട്ടൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു റൂം. അപ്പോൾ ബൈ ബൈ.